Welcome you all. This is the second part video of knowledge representation using predicate logic. In the previous lecture, we are already discussed how to represent the simple facts in logic. So the second thing is representation of instance and is-a relationship by using predicate logic. So നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. നമുക്ക് എങ്ങനെയാണ് ഈസെ അതേപോലെ തന്നെ ഇൻസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആട്രിബ്യൂട്ട്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, നോളജ് റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സിമ്പിൾ ഫാക്ട്സിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി. സോ ഇവിടെ എന്താണ് ഈസെ അല്ലെങ്കിൽ എന്താണ് ഇൻസ്റ്റൻസ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ആട്രിബ്യൂട്ട്സ് ഈസെ ആൻഡ് ഇൻസ്റ്റൻസ് സപ്പോർട്ട് പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ് ആൻഡ് പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ നോളജ് റെപ്രസെൻറ്റേഷൻ. സോ ഈസെ എന്ന് പറഞ്ഞിട്ടുള്ളതും ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ്. അത് എന്താ ചെയ്യുന്നത്? നമ്മളുടെ ഇൻഹെറിറ്റൻസ് പ്രോപ്പർട്ടി സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ് ഈ ഈസെ ആൻഡ് ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ക്ലാസ്സുകൾ, ഒബ്ജക്റ്റുകൾ, ഒരു ക്ലാസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒബ്ജക്ട്സുകൾ ഉണ്ടാവും, വേറെ കുറേ ക്ലാസ്സുകൾ ഉണ്ടാവും. സോ ക്ലാസ് ഒരു ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യും. ആ ഒരു രീതിക്ക് നമുക്ക് അറിയുന്നതാണ്. സോ അതുപോലെ തന്നെ ഈ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ് ഈസെ അതേപോലെ തന്നെ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് നോളജ് റെപ്രസെൻറ്റേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് ഈ രണ്ട് ആട്രിബ്യൂട്ട്സിനും. സോ ദ പ്രെഡിക്കേറ്റ്സ് ഇൻസ്റ്റൻസ് ആൻഡ് ഈസെ എക്സ്പ്ലിസിറ്റ്ലി ക്യാപ്ചേർഡ് ദ റിലേഷൻഷിപ്സ് they are used to express, namely class membership and class inclusion. എന്താ പറയുന്നത്? നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഈ റിലേഷൻഷിപ്പ് ഇല്ലേ, അത് എന്ത് ചെയ്യുന്നു, എക്സ്പ്ലിസിറ്റ്ലി ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്റ്റൻസ് ആൻഡ് ഈസെ പ്രെഡിക്കേറ്റ്സ് യൂസ് ചെയ്യുന്നത്. അത് നെയിംലി അതെങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്? ഒന്ന് ക്ലാസ് മെമ്പർഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടും ഒന്ന് ക്ലാസ് ഇൻക്ലൂഷൻ കാണിക്കാൻ വേണ്ടിയിട്ടുമാണ്. അഥവാ ഇപ്പോൾ ഒരു ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു ഒബ്ജക്റ്റ് ഒരു ക്ലാസ്സിലാണ് എന്ന് കാണിക്കാനുള്ളതാണ് ഒന്ന്. അഥവാ ക്ലാസ് മെമ്പർഷിപ്പ് കാണിക്കാനാണ് ഒരു ഇതിലെ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലാസ് ഇൻക്ലൂഷൻ കാണിക്കാനാണ് എന്ത്, ഈസെ എന്ന് പറയുന്നത്. അഥവാ ഒരു ക്ലാസ് മറ്റൊരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ക്ലാസ് ഇൻക്ലൂഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈസെ എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് യൂസ് ടു ഷോ ക്ലാസ് മെമ്പർഷിപ്പ്. കണ്ടോ, ക്ലാസ് മെമ്പർഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇൻസ്റ്റൻസ് ഓഫ് പ്രിൻസ് കോമ മെഗാസ്റ്റാർ. എന്താണ് ഇവിടെ എന്തോ ഇൻസ്റ്റൻസ് എന്താണ്? പ്രിൻസ് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആണ്. ഏതിൻ്റെ? മെഗാസ്റ്റാർ എന്ന് പറയുന്ന ക്ലാസിൻ്റെ ഒരു ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആണ് പ്രിൻസ് എന്ന് പറയുന്നത്. ദ പ്രെഡിക്കേറ്റ് ഇൻസ്റ്റൻസ് ഈസ് എ ബൈനറി വൺ whose first argument is an object and whose second argument is a class to which the object belongs to. The predicate instance is a binary one. എന്താ predicate instance എന്ന് പറയുന്നത്? എന്താണ്? ഒരു ബൈനറി വൺ ആണ്. അതിൻ്റെ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞുള്ള ഈ ഒരു ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ആയിട്ട് വരുന്നത് എന്താണ്? ഒരു ഒബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻസ് ആണ്. എൻ്റെ സെക്കൻഡ് ആർഗ്യുമെൻ്റ് ആയിട്ട് വരുന്നത് ഒരു ക്ലാസ് ആണ്. ആ ഒരു ഒബ്ജക്റ്റ് ബിലോങ് ചെയ്യുന്ന ക്ലാസ് ആണ് സെക്കൻഡ് ആർഗ്യുമെൻ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? മെഗാസ്റ്റാർ ആണ്. ഈ മെഗാസ്റ്റാറിൽ ബിലോങ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് പ്രിൻസ് എന്ന് പറയുന്നത്. സോ ഇൻസ്റ്റൻസ് ഓഫ് പ്രിൻസ് കോമ മെഗാസ്റ്റാർ, ദാറ്റ് മീൻസ് പ്രിൻസ് ഈസ് എ ഇൻസ്റ്റൻസ് ഓഫ് മെഗാസ്റ്റാർ എന്നുള്ളതാണ്. അല്ലെങ്കിൽ പ്രിൻസ് ഈസ് ഇൻസ്റ്റൻസ് ഓഫ് മെഗാസ്റ്റാർ. മെഗാസ്റ്റാർ എന്ന ക്ലാസ്സിലെ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻസ് ആണ് പ്രിൻസ് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇൻസ്റ്റൻസ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും. ദെൻ ഈസെ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഷോ ക്ലാസ് ഇൻക്ലൂഷൻ. നമ്മൾ പറഞ്ഞു ക്ലാസ് ഇൻക്ലൂഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈസെ റിലേഷൻഷിപ്പ് യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റൻസ് റിലേഷൻഷിപ്പ് ക്ലാസ് മെമ്പർഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ക്ലാസ് ഇൻക്ലൂഷൻ കാണിക്കാനാണ് ഈസെ റിലേഷൻഷിപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കൂ. ഈസെ മെഗാസ്റ്റാർ റിച്ച്. എന്താണ് ഇതിൻ്റെ മീനിങ്? എന്താണ്? ഈ മെഗാസ്റ്റാർ എന്ന് പറയുന്ന ക്ലാസ് രണ്ട് ക്ലാസ്സുകളായിരിക്കും. സോ എന്താണ്, മെഗാസ്റ്റാർ എന്നുള്ള ക്ലാസ് റിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ ഇൻക്ലൂഡഡ് ആണ് എന്ന് കാണിക്കാനാണ് ഇവിടെ ഈസ് യൂസ് ചെയ്തത്. മെഗാസ്റ്റാർ ഈസ് എ റിച്ച് ആണ്.
ആ ഒരു മീനിങ്. മെഗാസ്റ്റാർ ഈസ് എ റിച്ച്. മെഗാസ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ട്, അത് ഈസ് എ റിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ വരുന്നതാണ് എന്ന് കാണിക്കുന്നു. സോ അതാണ് ഈസ് എ റിലേഷൻഷിപ്പ്. ഇനി ഓരോന്നിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓരോ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. സോ ഇവിടെ നോക്കാം. ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഇൻസ്റ്റൻസിന് ഒരു എക്സാമ്പിളാണ്. കൂടുതൽ ഇൻസ്റ്റൻസിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഉള്ള എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. സോ ഫസ്റ്റ് സെൻറ്റൻസ് ഞാൻ എടുത്തു. മാർക്കസ് ഈസ് എ മാൻ എന്നുള്ള വെൽ ഫോംഡ് ഫോർമുല. മാർക്കസ് ഈസ് എ മാൻ എന്നെടുത്തു. സാധാരണ രീതിയിൽ മാർക്കസ് ഈസ് എ മാൻ നമ്മൾ പ്രിഡിക്കേറ്റ് ലോജിക്കിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്? മാൻ ഓഫ് മാർക്കസ് അല്ലേ. ആദ്യമുള്ളത് എന്തായിരിക്കും? ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളത് മാൻ ആണ് ഇവിടുത്തെ ക്ലാസ് എന്ന് പറയുന്നത്. സോ മാൻ ഓഫ് മാർക്കസ് എന്ന രീതിയിലായിരുന്നു നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത് പ്രിഡിക്കേറ്റ് ലോജിക്കിൽ. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, എങ്ങനെയാണിത് എഴുതുന്നത് എന്നൊക്കെ. സോ സാധാരണ രീതിയിൽ മാൻ ഓഫ് മാർക്കസ് എന്നാണ് മാർക്കസ് ഈസ് എ മാനിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രിഡിക്കേറ്റ് ലോജിക്കിൽ. ബൈ യൂസിങ് ഇൻസ്റ്റൻസ് നമുക്ക് എങ്ങനെ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇൻസ്റ്റൻസ് ഇടുക, ദെൻ മാർക്കസ് ആണ് ഇൻസ്റ്റൻസ് ആയിട്ടുള്ളത് ഏതിൻ്റെ? മാനിൻ്റെ. സോ ക്ലാസ് നമ്മൾ പറഞ്ഞു ഇൻസ്റ്റൻസിൻ്റെ സിൻടാക്സ് എങ്ങനെ വരുന്നത്? ഫസ്റ്റ് വരുന്നത് ഒബ്ജക്റ്റ് ആയിരിക്കും, സെക്കൻഡ് വരുന്നതായിരിക്കും ക്ലാസ്. ഈ ഒബ്ജക്റ്റ് ഈ ക്ലാസ്സിലെ മെമ്പർ ആയിരിക്കും, ആ രീതിയിൽ. സോ ഇവിടെ നമുക്കറിയാം മാനാണ് ആര്? മാർക്കസ് ഈസ് എ മാൻ എന്നാണ് പറഞ്ഞത്. സോ മാൻ ആണ് ഇവിടുത്തെ ക്ലാസ്, മാർക്കസ് ആണ് അവിടുത്തെ ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. വേർ മാർക്കസ് ഈസ് ആൻ ഒബ്ജക്റ്റ് ഓർ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ് മാൻ. അതാണ് ഇവിടെ കാണിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവും. ദെൻ മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. ആൾ പോംബിയൻസ് വേർ റോമൻസ്. സോ ആൾ പോംബിയൻസ് വേർ റോമൻസ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ടായിരുന്നത്? ഫോർ ആൾ എക്സ് പോംബിയൻ ഓഫ് എക്സ് ഇംപ്ലൈസ് റോമൻ ഓഫ് എക്സ് ആണ്. അഥവാ പോംബിയൻ ആയിട്ടുള്ള ഏതൊരു എക്സ് എടുത്തു കഴിഞ്ഞാലും പോംബിയൻ ആയിട്ടുള്ള എക്സ് എന്തായിരിക്കും? റോമൻ ആയിട്ടുള്ള എക്സ്. ദാറ്റ് മീൻസ് റോമൻ ആയിരിക്കും. പോംബിയൻ ആയിട്ടുള്ള ഏതൊരാളും റോമൻ ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. സോ ഈ ഒരു രീതിയിലായിരുന്നു നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടായിരുന്നു പ്രിഡിക്കേറ്റ് ലോജിക്കിൽ. ഇനി എങ്ങനെയാണ് അതിനെ നമ്മൾ ഇൻസ്റ്റൻസ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫോർ ഓൾ എക്സ് ഇൻസ്റ്റൻസ് ഓഫ് എക്സ് കോമ പോംബിയൻ. അഥവാ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്ന ഇപ്പോൾ ഒരാൾ എടുക്കുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എക്സ് നമുക്ക് ഏത് വാല്യൂസും കൊടുക്കാമല്ലോ. സോ എക്സ് ഇസ് എ ഇൻസ്റ്റൻസ് ഓഫ് പോംബിയൻ ആണെങ്കിൽ എക്സ് ഇസ് എ ഇൻസ്റ്റൻസ് ഓഫ് റോമൻ ആയിരിക്കും. അഥവാ എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? പോംബിയൻ എന്ന് പറയുന്ന ക്ലാസ്സിലെ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? എക്സ് റോമൻ എന്ന് പറയുന്ന ക്ലാസ്സിലെയും ഇൻസ്റ്റൻസ് ആയിരിക്കും എന്ന് കാണിക്കുന്ന ഒരു സെൻറ്റൻസ് ആണിത്. സോ ദിസ് ഇസ് ബൈ യൂസിങ് ഇൻസ്റ്റൻസ് റിലേഷൻഷിപ്പ്. സോ ഇതാണ് ഇൻസ്റ്റൻസിന് രണ്ട് എക്സാമ്പിൾ പറയുന്നത്. ദെൻ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സാമ്പിൾസും കാര്യങ്ങളും താഴെ ഇനിയും വരുന്നുണ്ട്. ഇത് നമ്മൾ പ്രിഡിക്കേറ്റിൻ്റെ രണ്ട് ചെറിയ എക്സാമ്പിൾസ് ആണ്. ഫസ്റ്റ് രണ്ട് നോക്കുക. പ്രിഡിക്കേറ്റിൻ്റെ അല്ല, ഈസ് എ പ്രിഡിക്കേറ്റ്സിൻ്റെ എക്സാമ്പിളാണ്. സോ ആൾ പ്രീബിയൻസ് ഫോർ റോമൻസ് എങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും? ആൾ പോംബിയൻസ് വേർ റോമൻസ്. നമുക്കറിയാം എങ്ങനെയായിരുന്നു നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന തൊട്ട് മുമ്പത്തെ ഇതിൽ നമ്മൾ പറഞ്ഞു ഫോർ ആൾ എക്സ് പോംബിയൻ ഓഫ് എക്സ് ഇംപ്ലൈസ് റോമൻ ഓഫ് എക്സ്. അതിനെ ഇൻസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയും ചെയ്തിട്ടുണ്ടായിരുന്നു. നൗ യൂസിങ് ഈസ് എ പ്രിഡിക്കേറ്റ്. ഈ ഈസ് എ പ്രിഡിക്കേറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഈസ് എ ഓഫ് പോംബിയൻ കൊമ റോമൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. ഈസ് എ അഥവാ പോംബിയൻ ഈസ് എ റോമൻ. പോംബിയൻ ആയിട്ട് വരുന്ന എല്ലാം എന്താണെന്നു? ഈസ് എ റോമൻ ആണ് എന്നുള്ള രീതിയിൽ. പോംബിയൻ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഒരു ക്ലാസ് ആണ്. റോമൻ എന്ന് പറയുന്ന ക്ലാസ് ആണ്. പക്ഷെ പോംബിയൻ എന്ന് പറയുന്ന ക്ലാസ് ഏതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? റോമൻ എന്ന് പറയുന്ന സൂപ്പർ ക്ലാസിൻ്റെ അണ്ടറിലാണ് പോംബിയൻ എന്ന് പറയുന്ന ക്ലാസ് വരുന്നത്. കാരണം എല്ലാ പോംബിയൻസും എന്താണ്? റോമൻസ് ആണ് എന്ന് കാണിക്കുന്നത്. സോ വിച്ച് മീൻസ് പോംബിയൻ ഈസ് എ സബ് ക്ലാസ് ഓഫ് റോമൻ ക്ലാസ്. കണ്ടോ, റോമൻ ക്ലാസിൻ്റെ സബ് ക്ലാസ് ആണ് പോംബിയൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഈസ് ഉപയോഗിച്ചിട്ടുള്ളത്. സോ ഈസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. ദെൻ നമുക്കിവിടെ below figure shows the first 5 sentences of the last section represented in logic in 3 different ways. നമ്മൾ ഒരു 5 സെൻറ്റൻസസ് എടുത്തിട്ടുണ്ട്. ഇത് 3 സെക്ഷൻസ് ആക്കിയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. പല രീതിയിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റൻസ് വെച്ചിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അതേപോലെ തന്നെ ഈസേ വെച്ചിട്ടുള്ള മെത്തേഡുകളും ഉണ്ട്. സോ നമുക്ക് ഇതിൽ ഓരോന്നും നോക്കാം. ആദ്യം തന്നെ ഇതിൽ ഓരോ സെക്ഷനിലും എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ താഴെ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഫസ്റ്റ് സെക്ഷൻ കാണാൻ പറ്റും. മാൻ ഓഫ് മാർക്കസ്, പോംബിയൻ ഓഫ് മാർക്കസ്.
നമ്മൾ സാധാരണ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, സിമ്പിൾ ഫാക്ട്സിനെ എങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ആ ഒരു രീതിയാണ് ഇതുള്ളത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ഫിഗർ കണ്ടെയ്ൻ ദ റെപ്രസെൻറ്റേഷൻ വി ഹാവ് ആൾറെഡി ഡിസ്കസ്ഡ്. ഇൻ ദിസ് റെപ്രസെൻറ്റേഷൻ ക്ലാസ് മെമ്പർഷിപ്പ് ഈസ് റെപ്രസെൻറ്റഡ് വിത്ത് യൂണറി പ്രിഡിക്കേറ്റ്സ്. നമ്മൾ ക്ലാസ് മെമ്പർഷിപ്പ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ എങ്ങനെയായിരുന്നു, യൂണറി പ്രിഡിക്കേറ്റ്സ് യൂസ് ചെയ്തിട്ടായിരുന്നു. യൂണറി പ്രിഡിക്കേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ക്ലാസ് മെമ്പർഷിപ്പ് ഒക്കെ അഥവാ മാർക്കേഴ്സിൽ പോംബിയൻ വരുന്നു ആ ഒക്കെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് യൂണറി പ്രിഡിക്കേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ്. ഈച്ച് ഓഫ് വിച്ച് കറസ്പോണ്ട് ടു എ ക്ലാസ്. Asserting part P of x is true is equivalent to asserting that x is an instance of P. അഥവാ ഈ ഒരു റെപ്രസെൻറ്റേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിൽ വരുന്ന എങ്ങനെയായിരിക്കും, ഇപ്പോൾ P of x എന്ന് പറയുന്നത് എന്താണ്, ട്രൂ ആണെന്നുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻസ്റ്റൻസ് ഓഫ് പി എന്നുള്ള രീതിയിലായിരിക്കും. അങ്ങനെയായിരുന്നല്ലോ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇൻസ്റ്റൻസ് ഓഫ് പി ആയിരിക്കും. സോ ആ ഒരു രീതിയിലുള്ള റെപ്രസെൻറ്റേഷനാണ് ഈ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. അഥവാ നമ്മൾ കഴിഞ്ഞ പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ആ ഒരു പോർഷനിലുള്ള റെപ്രസെൻറ്റേഷനാണ് ഇത്. രണ്ടാമത്തെ പോർഷനിൽ ഉള്ളത് നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഇൻസ്റ്റൻസ് ഒക്കെ കാണുന്നുണ്ട് അല്ലേ. സോ ഇൻസ്റ്റൻസ് യൂസ് ചെയ്തിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ്, അതാണ് ഇവിടെ പറയുന്നത്. ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ഫിഗർ കണ്ടെയ്ൻ റെപ്രസെൻറ്റേഷൻസ് ദാറ്റ് യൂസ് ദ ഇൻസ്റ്റൻസ് പ്രെഡിക്കേറ്റ് എക്സ്പ്ലിസിറ്റ്ലി. ഇൻസ്റ്റൻസ് പ്രെഡിക്കേറ്റ് എക്സ്പ്ലിസിറ്റ്ലി യൂസ് ചെയ്തുകൊണ്ടുള്ള റെപ്രസെൻറ്റേഷനാണ് സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ബട്ട് ദീസ് റെപ്രസെൻറ്റേഷൻ ഡു നോട്ട് യൂസ് എൻ എക്സ്പ്ലിസിറ്റ് ഈസെ പ്രെഡിക്കേറ്റ്സ്. പക്ഷേ ഈ ഒരു റെപ്രസെൻറ്റേഷനിൽ എന്ത് ഉപയോഗിച്ചിട്ടില്ല, ഈസെ പ്രെഡിക്കേറ്റ് ഉപയോഗിക്കാത്ത ഒരു ഇൻസ്റ്റൻസ് പ്രെഡിക്കേറ്റ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള, എക്സ്പ്ലിസിറ്റ്ലി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ് ഈ സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇത് നമുക്ക് ഓരോന്നും ജസ്റ്റ് നോക്കാം. ദെൻ തേർഡ് പാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക, ഇവിടെ നോക്കൂ. തേർഡ് പാർട്ടിൽ എന്താണ്, ഇവിടെ ഈസെ റിലേഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ. ഈസെ പ്രെഡിക്കേറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, ഇൻസ്റ്റൻസ് ഉപയോഗിച്ചിട്ടുണ്ട്, ഈസെ ഉപയോഗിച്ചിട്ടുണ്ട് ഉള്ള ഒരു റെപ്രസെൻറ്റേഷനാണിത്. സോ തേർഡ് പാർട്ട് കണ്ടെയ്ൻ ദ റെപ്രസെൻറ്റേഷൻ ദാറ്റ് യൂസ് ബോത്ത് ദ ഇൻസ്റ്റൻസ് ആൻഡ് ഈസെ പ്രെഡിക്കേറ്റ് എക്സ്പ്ലിസിറ്റ്ലി. ഈ ഇൻസ്റ്റൻസും അതേപോലെ തന്നെ ഈസെ പ്രെഡിക്കേറ്റും എക്സ്പ്ലിസിറ്റ്ലി യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ് തേർഡ് പാർട്ടിൽ കാണാൻ പറ്റുക. ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ആൻ ഇൻസ്റ്റൻസ് റിലേഷൻ ആൻഡ് ആൻ ഈസെ റിലേഷൻ കമ്പൈൻ ടു ഡെറൈവ് എ ന്യൂ ഇൻസ്റ്റൻസ് റിലേഷൻ. ഇത് ഈ ഒരു പാർട്ട് ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ലാസ്റ്റ് ഒരു 6 നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്ത് ഡിറൈവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, ഒരു പുതിയൊരു ഇൻസ്റ്റൻസ് റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുക. എന്തുപയോഗിച്ചുകൊണ്ട്, ഒരു നമ്മുടെ കയ്യിലുള്ള ഇൻസ്റ്റൻസും അതേപോലെ തന്നെ ഈസെ റിലേഷൻസും ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു ഇൻസ്റ്റൻസ് റിലേഷൻസിനെ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഭാഗങ്ങളൊക്കെ വരുന്നത് ഏതാണ്, ഈ ഒരു ലാസ്റ്റ് പാർട്ടിലാണ്. ഇതിൽ ഈസെയും അതേപോലെ തന്നെ ഇൻസ്റ്റൻസും രണ്ട് പ്രെഡിക്കേറ്റ്സും കമ്പൈൻഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ്ലി യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഇനി ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. നമുക്കിനി ഈ ഒരു ഇൻസ്റ്റൻസ്ഡ് ആയിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് അതേപോലെ തന്നെ ഈസെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്കിവിടെ നോക്കാം. ഇവിടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ടാവില്ല, കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത്. ദെൻ ഇവിടെ നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് തൊട്ട് അഥവാ ഇൻസ്റ്റൻസും ഈസെയും ഉള്ള ഭാഗം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് നോക്കുക. ഇവിടെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നത് മാർക്കസ് ഈസ് എ മാൻ എന്നുള്ളതായിരുന്നു. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞ അതേ സംഭവം നമ്മൾ എങ്ങനെ കൊടുക്കുക, ഇൻസ്റ്റൻസ് യൂസ് ചെയ്തിട്ട് മാർക്കസ് ഈസ് എ മാൻ എന്നുള്ളത് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, ഇൻസ്റ്റൻസ് ഓഫ് മാർക്കസ് മാൻ. അതിൻ്റെ മീനിങ് എന്താ, മാർക്കസ് ഈസ് എ മാൻ എന്നുള്ളതാണ്. കാരണം മാർക്കസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് ഏതിൽ വരുന്നതാണ്, മാൻ എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്നതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മാർക്കസ് ഈസ് എ മാൻ നമ്മൾ ഇൻസ്റ്റൻസ് ഓഫ് മാർക്കസ് മാൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു ബൈ യൂസിങ് ഇൻസ്റ്റൻസ് പ്രെഡിക്കേറ്റ്. ദെൻ മാർക്കസ് ഈസ് എ പോംബിയൻ എന്ന് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, ഇൻസ്റ്റൻസ് ഓപ്പൺ ചെയ്യും മാർക്കസ് പോംബിയൻ. പോംബിയൻ ആണ് ഇവിടുത്തെ ക്ലാസ്, മാർക്കസ് ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. സോ മാർക്കസ് ഈസ് എ പോംബിയനെ നമുക്ക് ഇൻസ്റ്റൻസ് ഓഫ് മാർക്കസ് പോംബിയൻ എന്നുള്ള രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്ത് നോക്കൂ. ഫോർ ഓൾ എക്സ് ഇൻസ്റ്റൻസ് ഓഫ് എക്സ് പോംബിയൻ ഇംപ്ലൈസ് ഇൻസ്റ്റൻസ് എക്സ് റോമൻ. നമ്മൾ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പോംബിയൻ ആയിട്ടുള്ള നമ്മൾ ഡിസ്കസ് ചെയ്തു. പോംബിയൻ ആയിട്ടുള്ള ഒരു എക്സ് അഥവാ പോംബിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ വരുന്ന ഒരു എക്സ് എന്തായിരിക്കും, അത് റോമൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിലെ ഒരു എക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഏതൊരു എക്സ് എടുത്തു കഴിഞ്ഞാലും ആ എക്സ് പോംബിയൻ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ
ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും റോമൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ഫോർത്ത് വണ്ണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇൻസ്റ്റൻസ് ഓഫ് സീസർ കൊമ റൂളർ. ഇതിൻ്റെ എന്തായിരുന്നു നമുക്കറിയാം ഈ സെൻറ്റൻസ് എങ്ങനെയാണ് വരിക. ഇവിടെ നോക്കൂ, റൂളർ ഓഫ് സീസർ ആയിരുന്നു. സാധാരണ ഓർഡിനറിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ റൂളർ ഓഫ് സീസർ. ദാറ്റ് മീൻസ് എന്താ, സീസർ എന്ന് പറയുന്നത് ഒരു റൂളറാണ്. റൂളറാണ് സീസർ എന്ന് പറയുന്നത് ഒരു റൂളറാണ്. സോ അത് നമുക്ക് ഇൻസ്റ്റൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഇൻസ്റ്റൻസ് ഓഫ് സീസർ കൊമ റൂളർ. ഇവിടെ സീസറാണ് ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് ഏതിൻ്റെ, റൂളർ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ. സോ സീസർ ഈസ് എ റൂളർ എന്നുള്ളത് ഇൻസ്റ്റൻസ് ഓഫ് സീസർ കോമ റൂളർ വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത് നോക്കൂ, ഫോർ ഓൾ എക്സ്. ഇതിൻ്റെ മീനിങ് എന്താണ്, ഇതാണ് 3 കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നോക്കൂ, ഈ ഒരു എക്സാമ്പിൾ റോമൻ ഓഫ് എക്സ്, അതേപോലെ ലോയൽ ടു എക്സ് സീസറാണ്. ദാറ്റ് മീൻസ് റോമൻ ആയിട്ടുള്ള ഒരു ആളെ ലോയൽ ടു സീസർ, അതേപോലെ തന്നെ ഓ ഹെയ്റ്റ് സീസർ. എന്തെങ്കിലും റോമൻ ആയിട്ടുള്ള ഏതൊരാൾ എടുത്തു കഴിഞ്ഞാലും അത് ഒന്നെങ്കിൽ ആ എക്സ് എന്തായിരിക്കും, ഓറാണ് ഇവിടെ വന്നത്, അതുകൊണ്ടാണ് ഒന്നെങ്കിൽ എന്ന് പറഞ്ഞത്. അത് ഒന്നെങ്കിൽ എന്തായിരിക്കും, സീസറിനെ ലോയൽ ചെയ്യുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ സീസറിനെ ഹെയ്റ്റ് ചെയ്യുന്ന ആളായിരിക്കും. ആ ഒരു സെൻറ്റൻസിൽ നമ്മൾ ഇൻസ്റ്റൻസ് വെച്ചിട്ട് എങ്ങനെ ചെയ്ത് നോക്കൂ. ഫോർ ഓൾ എക്സ് ഇൻസ്റ്റൻസ് ഓഫ് എക്സ് കോമ റോമൻ. ദാറ്റ് മീൻസ് റോമനിൽ, ഇവിടെ റോമനാണ് ഇവിടുത്തെ ക്ലാസ്, റോമനിലുള്ള ഒരു ഇൻസ്റ്റൻറ്റ് അഥവാ ഒരു ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു വ്യക്തി എന്നൊക്കെ പറയാം. റോമൻ ആയിട്ടുള്ള ഒരു വ്യക്തി ഒന്നുകിൽ എന്തായിരിക്കും, ലോയൽ ടു എക്സ് കോമ സീസറാണ്. ഇവിടെ ലോയൽ ടു, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ഇൻസ്റ്റൻസ് ഓഫ് ലോയൽ ടു കോമ സീസർ എന്ന് കൊടുക്കാൻ പറ്റുമോ, പറ്റില്ല. കാരണം ലോയൽ ടു എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഇവിടുത്തെ എന്താണ്, ഒരു വർക്കാണ് അല്ലേ. ഒരു ലോയൽ ടു അല്ലെങ്കിൽ ഹെയ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഒരു വേർബ് പോലെയാണ്. സോ ലോയൽ ടു ഓഫ് എക്സ് കോമ സീസർ. ദാറ്റ് മീൻസ് ആ എക്സ് എന്തായിരിക്കും, ഒന്നുകിൽ സീസറിനെ ലോയൽ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ എക്സ് സീസറിനെ ഹെയ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആ ഒരു റെപ്രസെൻറ്റേഷനാണ് ബൈ യൂസിങ് ഇൻസ്റ്റൻസ്. ഈ ഒരു സെൻറ്റൻസ് നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ തേർഡ് പാർട്ട് നമ്മൾ പറഞ്ഞു, ഇവിടെ ഇൻസ്റ്റൻസും ഈസയും എക്സ്പ്ലിസിറ്റ്ലി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ ഇൻസ്റ്റൻസിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ. സോ അത് ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇവിടെ നോക്കൂ, ഫസ്റ്റ് വണ് നമുക്ക് ഇൻസ്റ്റൻസ് മാർക്കസ് കോമ മാൻ, ഇതൊക്കെ സെയിം ആണ് കേട്ടോ, കാരണം ഇൻസ്റ്റൻസും ഈസയും കൂടി ഉപയോഗിച്ചിട്ടാണല്ലോ. സോ ഇൻസ്റ്റൻസ് മാർക്കസ് കോമ മാൻ, ഇൻസ്റ്റൻസ് മാർക്കസ് കോമ പോംബിയൻ, ഈസെ. ഇവിടെ നോക്കൂ, തേർഡ് വൺ ആണ് നമുക്ക് ഈസെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. അഥവാ ഈ 2 ആണെന്നുണ്ടെങ്കിൽ, അഥവാ ഇൻസ്റ്റൻസ് ഓഫ് മാർക്കസ് കോമ മാനും ഇൻസ്റ്റൻസ് മാർക്കസ് കോമ പോംബിയനും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഈസെ പോംബിയൻ കോമ റോമൻ എന്നുള്ള രീതിയിൽ പറയാം. ഈസെ പോംബിയൻ കോമ റോമൻ. ഇവിടെ അഥവാ പോംബിയൻ ആയിട്ടുള്ള ഒരു എക്സ് എന്തായിരിക്കും, റോമൻ ആയിട്ടുള്ള ഒരു എക്സ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. റോമനിലുള്ള ഒരു എക്സ് ആയിരിക്കും, അഥവാ പോംബിയൻ ആയിട്ടുള്ള ഒരാൾ റോമൻ ആയിട്ടുള്ള ആളായിരിക്കും എന്ന് പറഞ്ഞു. അത് നമുക്ക് എങ്ങനെ കാണിക്കാം, പോംബിയൻ ഈസ് എ റോമൻ എന്നുള്ള രീതിയിൽ. പോംബിയൻ ഈസ് എ റോമൻ, ഈസ് എ റിലേഷൻഷിപ്പ് യൂസ് ചെയ്തിട്ട് ഇവിടെ അത് ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ എങ്ങനെയാണ് ഈസ് എ റിലേഷൻഷിപ്പ് വെച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദെൻ ഇവിടെ നിങ്ങൾക്ക് അടുത്തത്, അഥവാ ഇൻസ്റ്റൻസ് ഈസ് റൂളർ അതുപോലെ ഉണ്ടാകും. ദെൻ ഫിഫ്ത്ത് സെൻറ്റൻസ് നോക്കൂ, നമ്മളിവിടെ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, റോമൻ ആയിട്ടുള്ള ഒരു എക്സ് മീൻസ് ഏതെങ്കിലും ഒരു പേഴ്സൺ, അയാൾ എന്തായിരിക്കും, ലോയൽ ടു സീസർ ആയിരിക്കും ഒന്നുകിൽ, അല്ലെങ്കിൽ ഹെയ്റ്റ് ടു സീസർ ആയിരിക്കും, അഥവാ സീസറിനെ ഹെയ്റ്റ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ സീസറിനെ ലോയൽ ചെയ്യുന്ന ആളോ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അത് നമ്മളെങ്ങനെ ഇൻസ്റ്റൻസ് ആൻഡ് യൂസ് ചെയ്തിട്ട് റെപ്രസെൻ്റ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അഥവാ നമ്മൾ ഇതിൽ സെയിം തന്നെയാണ് ഇവിടെ വരുന്നത്. ഇൻസ്റ്റൻസ് യൂസ് ചെയ്തിട്ട് അത് ചെയ്തു. ദെൻ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കൺക്ലൂഷൻ അഥവാ അല്ലെങ്കിൽ ഒരു പുതിയ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മളിവിടെ പറഞ്ഞു. ഈസർ റിലേഷനും അതേപോലെ തന്നെ ഇൻസ്റ്റൻസ് റിലേഷൻസും കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ പുതിയൊരു ന്യൂ ഇൻസ്റ്റൻസ് റിലേഷൻ അവിടെ ഡിറൈവ് ചെയ്തെടുക്കുകയാണെന്ന് പറഞ്ഞു. സോ അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഫോർ ഓൾ എക്സ്, ഫോർ ഓൾ വൈ, ഫോർ ഓൾ സെറ്റ്, ഇൻസ്റ്റൻസ് ഓഫ് എക്സ് കോമ വൈ ആൻഡ് ഈസെ ഓഫ് വൈ കോമ സെഡ് ഇംപ്ലൈസ് ഇൻസ്റ്റൻസ് ഓഫ് എക്സ് കോമ സെഡ്. അഥവാ 3
വേരിയബിൾസ് ഉള്ള സമയത്ത് നമുക്ക് എങ്ങനെയാണ് അത് ഇൻസ്റ്റൻസും ഈസയും വെച്ചിട്ട് പുതിയ ഒരു ഇൻസ്റ്റൻസിനെ ഡിറൈവ് ചെയ്ത് നോക്കും. ഇവിടെ ഒരു ഇൻസ്റ്റൻസും യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ഈസയും യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ഡിറൈവ് ചെയ്തു? പുതിയൊരു ഇൻസ്റ്റൻസിനെ ഡിറൈവ് ചെയ്തു. അഥവാ എക്സ് എന്ന് പറയുന്നത് വൈ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വൈ എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്ന ഇതാണെന്നുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ ആൻഡ് ഈസ് എ വൈ കോമ സെഡ്, വൈ എന്ന് പറയുന്ന ക്ലാസ്, ഇവിടെ വൈ എന്നാണല്ലോ ക്ലാസ്, വൈ എന്ന് പറയുന്ന ക്ലാസ് ഈസ് എ സെഡ്, സെഡിൽ വരുന്നതാണ്. ദാറ്റ് മീൻസ് സെഡ് ആണ് ഇവിടുത്തെ സൂപ്പർ ക്ലാസ്, വൈ എന്ന് പറയുന്നത് അതിൻ്റെ സബ് ക്ലാസ്, ദെൻ ആ വൈയിലുള്ള ഒരു ഇൻസ്റ്റൻസ് ആണ് എക്സ്. അപ്പം നിങ്ങളൊന്ന് ഇങ്ങനെ ഒന്ന് വരച്ചു നോക്കിയാൽ മതി. ഏറ്റവും വലുത് സൂപ്പർ ക്ലാസ് ഇവിടെ സെഡ്, അതിൻ്റെ ഉള്ളിൽ വൈ എന്ന് പറയുന്ന ക്ലാസ്, അതിൻ്റെ ഉള്ളിൽ എക്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റൻസ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻസ്റ്റൻസ് എക്സ് കോമ സെഡ്. എന്ത് പറഞ്ഞു ഇവിടെ? എക്സ് എന്ന് പറയുന്നത് സെഡിൻ്റെയും എന്തായിരിക്കും? ഒരു ഇൻസ്റ്റൻസ് ആയിരിക്കും അല്ലേ? ഏറ്റവും വലുതാണ്, സൂപ്പർ ക്ലാസ് ആണ് സെഡ്, അതിൻ്റെ ഉള്ളിൽ വൈ, അതിൻ്റെ ഉള്ളിൽ എക്സ്. സോ അങ്ങനെയാണെങ്കിൽ എക്സ് ഏതിലും കൂടി എലമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതിൻ്റെയും കൂടി ഒബ്ജക്റ്റ് ആയിരിക്കും? സെഡിൻ്റെയും കൂടി ഒബ്ജക്റ്റ് ആയിരിക്കും എന്ന് നമുക്ക് ഇവിടെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. പുതിയൊരു ഇൻസ്റ്റൻസ് നമ്മൾ ഈ ഒരു ഇൻസ്റ്റൻസും ഈ ഒരു ഈസയും വെച്ചിട്ട് ഡിറൈവ് ചെയ്തെടുത്തു. സോ ഇതാണ് representation of the easy and instance relationship by using predicate logic. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.